പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസ വാർത്ത വരികയാണ്. തൽക്കാലം വെടിയൊച്ചകളില്ല, മിസൈലുകളുടെ ബഹളമില്ല, യുദ്ധത്തിന് ഒരു ഷോർട്ട് ബ്രേക്ക്. ഈ വെടിനിർത്തൽ സമയത്ത് ലോകത്തിന് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുകയാണ്. ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു. അമേരിക്കയുമായി ഉണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന്റെ ബാക്കി സമയത്തേക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തുറന്നിരിക്കുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ലബനനിലെ വെടിനിർത്തലിന് അനുസൃതമായി ഇറാന്റെ തുറമുഖ മാരിടൈം ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രത്യേക റൂട്ടിലൂടെ കപ്പലുകൾക്ക് ഇനി സുഗമമായി പോകാം. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ഷിയാണ് എക്സിലൂടെ ഈ വിവരം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതറിഞ്ഞ ഉടനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എത്തി ഹോർമൂസ് പൂർണ്ണമായും തുറന്നതിന് അദ്ദേഹം ഇറാനോട് നന്ദി പറഞ്ഞു. എന്നാൽ ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാൽ തന്റെ പോസ്റ്റിൽ ട്രംപ് ഹോർമൂസിനെ വിശേഷിപ്പിച്ചത് ഇറാൻ കടലെടുക്ക് എന്നാണ്. തന്റെ പതിവ് ശൈലി പോലെ തന്നെ ഇതൊരു ബിസിനസ് ഡീൽ പോലെയാണ് അദ്ദേഹം ഈ നയതന്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. ലോകത്തിലെ എണ്ണ ഊർജ വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഈ ചെറിയ കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് തടസ്സമുണ്ടായാലും അത് ആഗോളതലത്തിൽ എണ്ണവില കൂട്ടുകയും സപ്ലൈ ചെയിൻ താറുമാറാക്കുകയും ചെയ്യും. വ്യാപാരത്തിനായി കടലിടുക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ട്രംപ് ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്: ഇറാന് മേലുള്ള നാവിക ഉപരോധം പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ല. അമേരിക്കയുടെ ഇടപാടുകൾ 100% പൂർത്തിയാകുന്നത് വരെ ഇറാനുമേൽ മാത്രമായിട്ട് ഈ ഉപരോധം തുടരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഒട്ടുമിക്ക കാര്യങ്ങളിലും തീരുമാനമായതിനാൽ ഈ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വെടിനിർത്തലിനോട് സഹകരിക്കുന്ന ഇറാനുള്ള ഒരു പാരിതോഷികം എന്ന നിലയിലാണ് ട്രംപിന്റെ ഈ വേഗത്തിലുള്ള നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇസ്രയേലും ലബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ട്രംപ് പ്രഖ്യാപിച്ചത്. ഈ സംഘർഷങ്ങൾ ഒതുക്കി അവിടെ നയതന്ത്രത്തിന് വഴിമാറാനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ഇതിനെ അദ്ദേഹം കാണുന്നത്. ഇതിനു പിന്നാലെ ഇസ്രയേലിന്റെയും ലബനന്റെയും നേതാക്കളെ നേരിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താനുള്ള വലിയൊരു നയതന്ത്ര നീക്കവും ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾ പോലും ഇല്ലാത്ത വർഷങ്ങളായി ശത്രുതയിലുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ച നടന്നാൽ അതൊരു വലിയ ചരിത്രം തന്നെയായിരിക്കും. ചുരുക്കത്തിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾക്കിടയിൽ ഒരു ചെറിയ വെയിൽ തെളിഞ്ഞിരിക്കുകയാണ്. എണ്ണവില കുറയാനും ആഗോള വ്യാപാര വിപണിയിലെ ആശങ്കകൾ അകറ്റാനും ഈ ഒരു ഷോർട്ട് ബ്രേക്ക് സഹായിക്കും. ഈ വെടിനിർത്തൽ ഒരു വലിയ സമാധാനത്തിലേക്ക് വഴിമാറുമോ അതോ വെറുമൊരു ഇടവേള മാത്രമായി ഒതുങ്ങുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്.